Electromagnetic field theory, part 31. Some questions. First one, what is the maximum magnetic intensity in a plane radio wave in which the maximum what is the maximum magnetic intensity in a plane radio wave in which the maximum electric intensity is 100 microvolt per meter? നമുക്ക് ഈ റിലേഷൻ പ്രൂവ് ചെയ്തിട്ടുള്ള വെലോസിറ്റി ഓഫ് ഇ എം വേവ് സി ഈക്വൽ ഇൻ ഫ്രീ സ്പേസ് സി ഈക്വൽസ് E0 by B0. Therefore, B0 equals E0 by C. Now, H0. നമുക്കറിയാം B equals mu0 H. അപ്പോൾ H0 equals B0 by mu0. ഈ ഇതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം B0യുടെ സ്ഥാനത്ത്. അപ്പോൾ ചുരുക്കത്തിൽ H0 equals E0 by mu0 C. H0 is the maximum magnetic intensity. E0 is the maximum electric intensity. C is the velocity in free space. ഇവിടെ E0 തന്നിട്ടുണ്ട്. E0 maximum electric intensity 100 microvolt per meter എന്നാണ്. അപ്പോൾ 100 into 10 raised to minus 6 divided by mu0, 4 pi into 10 raised to minus 7 Henry per meter into C, 3 into 10 raised to 8. Answer is 2.7. 2.7 into 10 raised to minus 7 ampere per meter. That is the answer. Another one. Assume that 100 watt incandescent lamp radiates all its energy as sinusoidal electromagnetic waves and that the energy is emitted uniformly in all directions. What is the maximum electric and magnetic intensities at a distance 2 meters from the lamp? ഈ ലാമ്പിൻ്റെ പവർ തന്നിട്ടുണ്ട്. പവർ എന്ന് പറഞ്ഞാൽ എനർജി എമിറ്റഡ് പെർ സെക്കൻഡ് പി. പോയിൻറ്റിംഗ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ എനർജി പെർ സെക്കൻഡ് പെർ യൂണിറ്റ് ഏരിയ. എനർജി പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പവർ, ദാറ്റ് പെർ യൂണിറ്റ് ഏരിയ. ചുരുക്കത്തിൽ പോയിൻറ്റിംഗ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ പി ബൈ എ ഏരിയ. നമുക്കറിയാം പി പോയിൻറ്റിംഗ് വെക്റ്റർ ഈസ് ഇ ക്രോസ് എച്ച്. ഈ വെച്ച് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇ ക്രോസ് എച്ച് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇ ഇൻറ്റു മോഡുലസ് ഓഫ് എച്ച് ഇൻറ്റു സൈൻ 90. സൈൻ 90 ഈസ് 1. ചുരുക്കത്തിൽ പോയിൻറ്റിംഗ് വെക്റ്റർ ഈസ് ഇ ക്രോസ് എച്ച് എന്ന് വരും. അപ്പോൾ പി ബൈ എ ആണ് പോയിൻറ്റിംഗ് വെക്റ്റർ. ദറ്റ് ഈസ് ഈക്വൽ ടു ഇ എച്ച്. ഇ എന്ന് പറഞ്ഞാൽ പി സൈൻസോയിഡൽ വേവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആർ എം എസ് അങ്ങ് എടുത്താൽ മതി. ഇ എച്ച് ആർ എം എസ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇയുടെ സ്ഥാനത്ത് E0/√2 ഇൻറ്റു എച്ചിൻ്റെ സ്ഥാനത്ത് H0/√2 ഓർ പി ബൈ എ ഈക്വൽസ് 2√2 ഉണ്ടല്ലോ 1/2 ഇൻറ്റു E0H0. ഇനി ഇൻകാൻഡസൻ്റ് ലാമ്പിൽ നിന്ന് 2 മീറ്റർ അകലത്തിൽ ഇൻറ്റൻസിറ്റിയൊക്കെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ ഡയറക്ഷനിലും യൂണിഫോമായിട്ട് എനർജി റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 മീറ്റർ ഇവിടെ ഇപ്പോൾ 6 എന്നിരിക്കട്ടെ, 6 റേഡിയസ് ഉള്ള ഒരു സ്ഫെറിക്കൽ സർഫസ് ഇമാജിൻ ചെയ്യണം.
ഈ സ്ഫെറിക്കൽ സർഫസിലോട്ടാണ് ഈ എനർജി എല്ലാം റേഡിയേഷൻ എല്ലാം ചെന്ന് വീഴുന്നത്. അപ്പോൾ ഏരിയ എടുക്കേണ്ടത് ഈ സ്ഫെറിക്കൽ സർഫസിൻ്റെ ഏരിയ, ദാറ്റ് ഈസ് 4πr². ഇനി നമുക്ക് മുമ്പേ എടുത്ത റിലേഷൻ എടുക്കാമല്ലോ. C equals E0/B0. Therefore B0 equals E0/C. മുമ്പേ എടുത്ത പോലെ B0 is mu0 h, ഇവിടെ 0 ഇട്ടിട്ടില്ല, B0 mu0 h0 B0 equals E0/C. Therefore H0 equals E0/mu0C. എങ്കിൽ P/A equals മുമ്പേ കണ്ടല്ലോ ഹാഫ് E0/mu0, ഹാഫ് ഇൻറ്റു E0/h0 എന്ന് കിട്ടി. അതിനകത്ത് ഈ H0യുടെ സ്ഥാനത്ത് E0/mu0C. ഓർ ഇവിടുന്ന് E0² വരും. E0² ഈക്വൽസ് 2P mu0C/A. A is 4πr². ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദറ്റ് ഈസ് 2 ഇൻറ്റു P 100 വാട്ടാന്ന് പറയുന്നുണ്ട്. 100 വാട്ട് അല്ലേ, 100 വാട്ടിലാകുമ്പോഴെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 100 പവർ 100 ഇൻറ്റു mu0 is 4π ഇൻറ്റു 10⁻⁷ ഇൻറ്റു C 3 ഇൻറ്റു 10⁸ ബൈ 4π ഇൻറ്റു ഇവിടെ റേഡിയസ് 2 മീറ്റർ ആകല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2². You will get it as 1500. എങ്കിൽ E0 is root of 1500 or 38.7 volt per meter. അപ്പോൾ മാക്സിമം ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി കിട്ടി 2 മീറ്റർ അകലത്തിൽ. ഇനി E0 എടുത്ത് H0യുടെ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ H0 is E0/mu0C. So H0 is E0/mu0C, that is E0 is 38.7 ഇപ്പോൾ കിട്ടിയത് ബൈ mu0 4π ഇൻറ്റു 10⁻⁷ ഇൻറ്റു C is 3 ഇൻറ്റു 10⁸. We will get it as 0.1 ampere per meter. അതാണ് എൻ്റെ ആൻസർ. Another one. The average power radiated by a broadcasting station is 10 kilowatts. Assume the power to be radiated uniformly over the surface of any hemisphere with the station at its center. Question A. What is the magnitude of the pointing vector at points on the surface of a hemisphere? Hemisphere 10 kilometer in radius. B. Find the maximum electric and magnetic intensities on this hemispherical surface. മുമ്പേ കണ്ടു പോയിൻറ്റിങ് വെക്റ്റർ S ഈക്വൽസ് P/A ആണെന്ന് കണ്ടു പ്രോബ്ലത്തിൽ. ഇവിടെ ഇപ്പോൾ P 10 കിലോവാട്ടാണ്. അപ്പോൾ 10 ഇൻറ്റു 10⁻³ ബൈ ഏരിയ, ഹെമിസ്ഫെറിക്കൽ ഏരിയ ഇവിടെ 2πr². 2π ഇൻറ്റു ഇവിടെ 10 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ്. 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അതിന് മീറ്റർ ആക്കുമ്പോൾ 10⁴ കിലോമീറ്റർ, 10⁴ മീറ്റർ. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 10⁸. You get it as 1.6 into 10⁻⁵ watt per meter square. Watt per meter square. ഇതാണ് ഫസ്റ്റ് ആൻസർ. ഇനി അടുത്ത മാക്സിമം ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ചോദിച്ചിട്ടുണ്ട് അറ്റ് ദിസ് ഡിസ്റ്റൻസ്. മുമ്പേ അതേ തന്നെ E0 ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് മുമ്പേ പ്രോബ്ലത്തിൽ 2P mu0C ബൈ അവിടെ 4πr² ഫുൾ സ്ഫിയറാണ് എടുത്തത്, ഇവിടെ ഹെമിസ്ഫിയറേ ഉള്ളൂ. അപ്പോൾ 2πr². ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 ഇൻറ്റു പവർ 10 ഇൻറ്റു 10⁻³ ഇൻറ്റു 4π ഇൻറ്റു 10⁻⁷ ഇൻറ്റു
3 into 10 raised to 8 by 2 pi into 10 കിലോമീറ്റർ 50 മീറ്റർ ആകുമ്പോൾ 10 raised to 4 അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 10 raised to 8. ആൻസർ ഈസ് 0.11 വോൾട്ട് പെർ മീറ്റർ ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ്. ഇത് വെച്ചുകൊണ്ട് H0 കാണാം. H0 equals E0 by mu 0 C. You will get it as E0 സ്ഥാനത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 0.11 by mu 0 C. That is 2.9 into 10 raised to minus 4 ampere per meter. That's all. Thank you. We will see more questions and theory part. Thank you.